കുട്ടികളെ പഠിക്കാനിരുത്തുന്ന കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അവർക്ക് ഭയങ്കര മടിയാണ്. പഠിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഇത്രയും മടി കാണിക്കുക എന്നൊക്കെയുള്ള അങ്ങനെ അനവധി കംപ്ലൈൻറ്റുകൾ നമ്മൾ പാരൻസിൻ്റെ അടുത്ത് കേൾക്കാറുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഒന്നോ രണ്ടോ തവണ കുട്ടികളെ പഠിക്കാൻ വേണ്ടി വിളിക്കും, പിന്നീട് അവർ വരുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും, പിന്നെ വാശിയായി, ബഹളമായി, അടിയായി, പിടിയായി, അങ്ങനെ കരച്ചിലായി. ആ ഒരു പ്രോസസ്സാണ് പല രീതിയിലും പല വീടുകളിലും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് വളരെ രസകരമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ വരുന്ന കുട്ടികളെ ഒരിക്കലും നമ്മളൊരു 1 അവറിലേക്കൊന്നും പിടിച്ചിരുത്താൻ ഒരിക്കലും ശ്രമിക്കരുത്. ഒരു കൂടി വന്ന് 25 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു പഠിപ്പിക്കാന്നുള്ള പരിപാടി തീരണം. കാരണം നമ്മൾ പറയുമ്പോൾ അവർക്ക് പഠിക്കാനിരിക്കുന്ന സമയത്താണ് എവിടെ നിന്നില്ലാത്തൊരു ക്ഷീണം അല്ലേ, ഉറക്കം വരുത്തും, ഇതാക്കലും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാവും. കാരണം അവരുടെ ഒരു ഡിഫറെൻറ്റ് ചിരിയും കളിയും തമാശകളും നിറഞ്ഞൊരു ലോകത്ത് നിന്ന് പഠിക്കുക എന്ന് പറയുന്നൊരു ലോകത്തിലോട്ട് വരികയാണ്. അവിടെ ബ്രെയിനിൻ്റെ പുതിയ പാത്ത് വേയാണ് അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ പഠിക്കുക എന്ന് പറയുന്ന പ്രോസസ്സിലോട്ടേക്ക് വരുന്ന സമയത്ത് നല്ല കോഗ്നിറ്റീവ് ലോഡ് ഉണ്ടാവും. അത് അത്യാവശ്യം കോഗ്നിറ്റീവ് ഫങ്ഷൻസ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വളരെ ചെറിയൊരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്നുള്ളത് അല്ലേ. ചെറിയ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് ഒരു 25 മിനിറ്റ് 20 മിനിറ്റ് കുട്ടികൾക്ക് എയും ബിയും സിയും ഒക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തു എന്ന് വിചാരിക്കാം. അതിനുശേഷം പിന്നെ അത് വീണ്ടും അത് തന്നെ പറയിപ്പിക്കുന്നതിന് ബദൽ ആ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു പ്ലേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യുക. പഠിപ്പിച്ച കാര്യങ്ങൾ ബേസ് ചെയ്ത് കൊണ്ടുപോകണം ആ ഒരു ആക്ടിവിറ്റീസ്. ആ ആക്ടിവിറ്റീസിൽ ഒരു അവരെ പഠിപ്പിക്കാതെ അവർക്ക് ഒരിക്കലും തോന്നുന്നൊരു പ്ലേ, അവരുമായിട്ടൊന്നും നമ്മൾ കളിക്കുകയാണെന്നുള്ള രീതിയിൽ മാത്രമാണ് അവർക്ക് ചിന്തിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ കുറച്ച് ടോയ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എത്ര ടോയ്സ് ഉണ്ടെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവർ 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് ടോയ്സ് ഉണ്ടെന്നു. അപ്പോൾ ആ ടോയ്സൊക്കെ നമ്മൾ അവിടെ മാറ്റി വെപ്പിച്ചു. കുറച്ച് കാറുകളുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ABCD ലെറ്റേഴ്സൊക്കെ കിട്ടുമല്ലോ, ആ ലെറ്റേഴ്സൊക്കെ നമ്മൾ ഡിസോർഡറായിട്ട് ഒരു സൈഡിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടിയുടെ അടുത്ത് പറയാണ്. പിന്നെ ആദ്യം ചോദിച്ചു ഹൗ മെനി ടോയ് ഡു യു ഹാവ് എന്ന് നമ്മൾ ചോദിച്ചാൽ എത്ര ടോയ്സ് എന്ന് ചോദിച്ചു. അവർ കൗണ്ട് ചെയ്തു 1 2 3 എന്നുള്ള കൗണ്ട് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ നിന്ന് വരുന്നത് പറയാണ്, നിൻ്റെ കയ്യിലുള്ള റെഡ് കളർ കാറിൽ നേരെ എടുത്ത് പോയിട്ട് എന്ത് ചെയ്യണം, അവിടെ നിന്ന് ലെറ്റേഴ്സിൽ നിന്ന് ഏത് ലെറ്റർ ബി എന്ന് പറഞ്ഞ ലെറ്റേഴ്സ് നിങ്ങൾ എടുക്കണം എന്ന് പറയണം. ഇപ്പോൾ ബി എന്ന് പറഞ്ഞ ലെറ്റേഴ്സ് എടുത്ത് കാറിൻ്റെ മുകളിൽ നമ്മൾ വെപ്പിക്കുന്നു. കാറിന് മുകളിൽ വെപ്പിച്ചിട്ട് അവരുടെ അടുത്ത് പറയണം, തിരിച്ചു വരുന്ന സമയത്ത് ബീൻ്റെ സൗണ്ട് എന്താണ്, ബി എന്നാണ് അല്ലേ. അപ്പോൾ കാറിൻ്റെ സൗണ്ട് എന്തായിരിക്കണം, തിരിച്ചു വരുമ്പോൾ ബി ലെറ്ററാണ് അവരെ കാറിൻ്റെ മുകളിലുള്ളത്. അപ്പം ബി എന്നുള്ള രീതിയിലാണ് ഡ്രൈവ് ചെയ്ത് കൊണ്ട് അത് അവിടെ വെക്കുന്നു. കാറ് സൈഡിലേക്ക് ലെറ്റേഴ്സിന് ഇടുന്നു, കാറ് പാർക്ക് ചെയ്യുന്നു. അടുത്ത നമ്മൾ പറഞ്ഞ യെല്ലോ എന്ന് പറയുന്ന കാർ എടുക്കാൻ പറയുന്നു. യെല്ലോ കാർ എടുക്കുന്നു, നേരെ പോകുന്നു. എവിടത്തേക്കൊന്ന് ഡിസോർഡറിൽ ഇട്ടിരിക്കുന്ന ലെറ്റേഴ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സി എന്ന് പറയുന്ന ലെറ്റേഴ്സ് എടുക്കാൻ പറഞ്ഞു. സി എന്ന് പറഞ്ഞ ലെറ്റേഴ്സ് എടുത്തു, കാറിൻ്റെ മുകളിൽ വെച്ചു. സീൻ്റെ സൗണ്ട് എന്താണ്, ക്ക്. അപ്പം നമ്മൾ എന്ത് സൗണ്ട് ഉണ്ടാക്കണം, ക്ക് എന്നുള്ള സൗണ്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ട് ഇടുന്നു, വണ്ടി പാർക്ക് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ഒരു ചെറിയൊരു ആക്ടിവിറ്റീസിൽ കുട്ടികൾക്ക് എന്തൊക്കെ മനസ്സിലായി, കൗണ്ടിങ് വന്നുമല്ലോ, അവിടെ കളർ സെൻസ് കുട്ടികൾക്ക് ഉണ്ടായി അല്ലേ. അതുപോലെ തന്നെ ലെറ്റർ ഐഡൻറ്റിഫിക്കേഷൻസ് അവിടെ സംഭവിച്ചു. അതിനോടൊപ്പം തന്നെ എന്തായി, കുട്ടികൾക്ക് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. കുട്ടികൾ ബി എന്ന് പറയുന്ന സൗണ്ട് അല്ലെങ്കിൽ സി എന്ന് പറയുന്ന സൗണ്ട്, ഷേപ്പ്, കാര്യങ്ങളെല്ലാം ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് അവരെടുക്കുന്നത്. തിരിച്ചു വരുമ്പോൾ അവർ ഉണ്ടാക്കുന്ന സൗണ്ട് എന്താണ്, ലെറ്റേഴ്സിൻ്റെ സൗണ്ടാണ്, ഫോണിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ആക്ടിവിറ്റീസിലൂടെ അല്ലേ. ഇങ്ങനെ വേണം നമ്മൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കുക, അപ്പോഴാണ് അവരുടെ ബ്രെയിനിലേക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഓർമ്മിച്ച് വെക്കുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിരിക്കും പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ടേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ ഒരു ട്രഡീഷണൽ മെത്തേഡിലോട്ടേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് ബോറിങ് തന്നെയാണ്. A ഫോർ ആപ്പിൾ, B ഫോർ ബനാന, B എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ബോറിങ്ങിലൂടെ തന്നെയാണ് പോകുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു എവരിവൺ.